താങ്ക്സ് ടു മാക്സിവിഷൻ അഡ്വാൻസ്ഡ് ഐ കെയർ സർജറി. ആളുകൾ കണ്ണടകളോട് വിട പറയുകയാണ്. ഞങ്ങൾ നോക്കിക്കൊള്ളാം. വടക്കാഞ്ചേരി നഗരസഭ 9ാം ഡിവിഷൻ ഇരട്ടക്കുളങ്ങരയിൽ കഴിഞ്ഞ അതിശക്തമായ മഴയിൽ കുന്നിടിഞ്ഞ് വാസയോഗ്യമല്ലാത്ത 15ഓളം വീട്ടുകാർക്ക് കോൺഗ്രസ് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തി. വടക്കാഞ്ചേരി നഗരസഭ 9ാം ഡിവിഷൻ ഇരട്ടക്കുളങ്ങരയിൽ കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ അതിശക്തമായ മഴയത്ത് കുന്നിടിഞ്ഞ് വാസയോഗ്യമല്ലാതായ 15ഓളം വീട്ടുകാർക്ക് കോൺഗ്രസ് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തി. പരിപാടി നഗരസഭ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. അത് ഈ മണ്ണ് മാറ്റുന്നത് വരെ അതിൻ്റെ വാടകയൊക്കെ ഞങ്ങൾ തന്നെ കോൺഗ്രസ് പാർട്ടി തന്നെ കൊടുക്കാം എന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് സൗജന്യമായി അത് ലഭ്യമാക്കാൻ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യും. നിങ്ങളുടെ ശ്രദ്ധയിൽ ഏതെങ്കിലും വീട് പെട്ടിട്ടുണ്ടെങ്കിൽ അതും നന്ദമാഷയും ബിജുവിനെ അറിയിച്ചാൽ അത് പോയി നോക്കി അതിനുള്ള സൗകര്യം ഞങ്ങൾ ഉണ്ടാക്കും. 2 ദിവസമായി ഞങ്ങൾ നോക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് പുഴ ക്ലീനിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ തിരക്കിൽ പെട്ടതുകൊണ്ടാണ് ഇവിടെ വരാൻ കഴിയാതിരുന്നത്. അപ്പോൾ എന്തായാലും ഇതൊരു വലിയ ദുരന്തമാണ്. നമ്മളൊരു 10 കോടി രൂപ സംസ്ഥാന സർക്കാരിനോട് നഗരസഭയിലേക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരം വീടുകൾ പുനർനിർമ്മിക്കാൻ. ചില വീടുകളൊന്നും ഇനി ഇവിടെ വെക്കാൻ പറ്റില്ല. അപ്പോൾ 10 സെൻറ്റ് സ്ഥലവും വീടും വേറെ ഏതെങ്കിലും വാസയോഗ്യമായ സ്ഥലത്ത് നിർമ്മിക്കാൻ, അങ്ങനെ ഒരു പുനരധിവാസ പാക്കേജിന് വേണ്ടി 10 കോടി രൂപ സംസ്ഥാന സർക്കാരിനോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഞങ്ങളത് മുഖ്യമന്ത്രിക്കും ഇറിഗേഷൻ മിനിസ്റ്റർക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് റവന്യൂ മിനിസ്റ്റർക്കും ഒക്കെ ഇന്ന് രജിസ്റ്റേർഡ് പോസ്റ്റ് ഞങ്ങൾ അയച്ചു കഴിഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ, മുൻ മണ്ഡലം പ്രസിഡന്റ് AS ഹംസ, ശശി മംഗലം, സിദ്ദിഖ്, നന്ദകുമാർ മാസ്റ്റർ, ഇന്ദിര തുടങ്ങിയവർ സംസാരിച്ചു. അബ്ദുറഹ്മാൻ എളാട്ടുപീടികയിൽ, ബദറു കുന്നത്ത് പീടികയിൽ, അബ്ദുറഹ്മാൻ പത്തുടി, നാരായണി, പടിഞ്ഞാറ്റിൽ വേലായുധൻ, ശിവരാമൻ തെക്കിനി, മുസ്തഫ പുതുവീട്ടിൽ തുടങ്ങിയവരും നിരവധി നാട്ടുകാരും പങ്കെടുത്തു. VCB ന്യൂസ്, ഇരട്ടക്കുളങ്ങര.